ഫഹദ് ഫാസിലിന്റെ നായികയായി അന്നയും റസൂലും എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന നടിയാണ് ആൻഡ്രിയ ജെറീമിയ. പിന്നണി ഗായികയായിട്ടാണ് സിനിമാ രംഗത്തേക്ക് എത്തിയതെങ്കിലും പിന്നീട് അഭിനയത്തിലേക്കും താരം കടക്കുകയായിരുന്നു. ഡാൻസർ, മ്യൂസിക് കമ്പോസർ, മോഡൽ എന്നീ നിലകളിലും ആൻഡ്രിയ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ സിനിമയിൽ നിന്നും ഇടവേള എടുത്തതിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആൻഡ്രിയ. ത്വക്കിനെ ബാധിക്കുന്ന അപൂർവ രോഗത്തെ തുടർന്നാണ് കുറച്ചുകാലം കരിയറിൽ നിന്ന് മാറി നിന്നതെന്ന് ആൻഡ്രിയ പറയുന്നു. ദിവ്യദർശിനിയുമായുള്ള അഭിമുഖത്തിലാണ് ആൻഡ്രിയയുടെ തുറന്നു പറച്ചിൽ. ത്വക്കിനെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് നേരിടേണ്ടി വന്നതെന്ന് ആൻഡ്രിയ പറയുന്നു. വടാ ചെന്നൈ എന്ന സിനിമയ്ക്ക് ശേഷം ത്വക്കിനെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ സ്കിൻ കണ്ടീഷൻ പിടിപെട്ടു. എന്റെ മുടിയിഴകൾ നരച്ചിട്ടില്ല, പക്ഷെ അന്ന് എന്റെ പുരികവും കൺപീലികളും നരയ്ക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ പല പാടുകളും ശരീരത്തിൽ കാണാൻ തുടങ്ങി. ബ്ലഡ് ടെസ്റ്റുകൾ വന്നു, പക്ഷെ അവയെല്ലാം നോർമലാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. എനിക്കും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ടോക്സിക് റിയാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെസ്സിനെ കൊണ്ടായിരിക്കാം ഇതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളെന്ന നിലയിൽ സമ്മർദ്ദമില്ലാതെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകാനാകില്ല. ഒരു കഥാപാത്രം ചെയ്യുമ്പോഴെല്ലാം ആ സമ്മർദ്ദം നമുക്കുണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ പിന്മാറുക എന്നത് മാത്രമായിരുന്നു ഏക പോംവഴി. എല്ലാത്തിലും നിന്നും കുറച്ചുകാലം ഞാൻ മാറി നിന്നു. ആ അവസ്ഥയിൽ നിന്നും പുറത്തു വന്നു. ഈ സമയത്ത് മാധ്യമങ്ങളും സിനിമയിലെ ചില ആളുകളും പറഞ്ഞത് പ്രണയം തകർന്നത് കാരണം ഞാൻ ഡിപ്രഷനിൽ ആയി എന്നാണ്. ഞാൻ ഇതേക്കുറിച്ച് സംസാരിക്കാതിരുന്നതാണ്. അതെന്റെ ചോയ്സ് ആണ്. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സ്വയം ഉൾക്കൊള്ളാൻ 1 വർഷമെങ്കിലും എടുക്കും. ആദ്യമായിട്ടാണ് ഞാൻ ഈ കാര്യം തുറന്നു പറയുന്നത്. അതേസമയം ഈ കണ്ടീഷൻ എന്നെ വളരെ മോശമായി ബാധിച്ചിട്ടില്ല. ചെറിയ പാടുകൾ ഇപ്പോഴുമുണ്ട്. കൺപീലികൾക്ക് വെള്ള നിറമുണ്ട്. അത് എളുപ്പത്തിൽ കവർ ചെയ്യാം. ഏറെക്കുറെ വേഗമായി. ജീവിത രീതിയിൽ പക്ഷേ വ്യത്യാസം വന്നു. തുടരെ വർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത് മുഖത്ത് പ്രകടമാകും. വർക്കുകൾ കുറച്ചു. ഈ അവസ്ഥയിലെ സമ്മർദ്ദം മറികടക്കുന്നതിന് വളർത്തുനായ എന്നെ സഹായിച്ചുവെന്ന് പറയാം. വളർത്തുനായ്ക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ചു. പോകെ പോകെ പുതിയ പാടുകൾ വരാതെയായി. മേക്കപ്പിലൂടെ നിലവിലെ പാടുകൾ മറച്ചുവെക്കാൻ കഴിയും. മാസ്റ്റർ, പിസാസ് 2 എന്നീ സിനിമകൾ ഈ കണ്ടീഷൻ ഉള്ളപ്പോൾ ചെയ്തതാണ്. പക്ഷെ ഇതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല, ആൻഡ്രിയ വെളിപ്പെടുത്തി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.